ജയറാമിനെ ഇഡി വിളിപ്പിച്ചിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത വരുത്തും. പോറ്റി സ്വർണ്ണപ്പാളികൾ ജയറാമിന്റെ വീട്ടിലും എത്തിച്ചിരുന്നു. ജയറാം എന്തെങ്കിലും പറയുമോ എന്ന് നോക്കാം. കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ജയറാം ഹാജരായിരിക്കുകയാണ്. സ്വർണ്ണപ്പാളികൾ പൂജകൾക്കായി ജയറാമിന്റെ വീട്ടിലെത്തിച്ചു എന്നുള്ള കാര്യം ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ജയറാം സമ്മതിച്ചതാണ്. പക്ഷേ അതിലപ്പുറം പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നാണ് ഇഡി അന്വേഷിക്കുന്നത്. നമ്മള് മലയാളികളുടെ ഏറ്റവും കേട്ടായിരുന്നു. അതിന് പ്രത്യേക വികാരം എത്രയോ ക്ഷേത്രങ്ങൾ നമുക്കുണ്ടെങ്കിലും ശബരിമല എന്ന് പറയുന്നത് ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ജാതി മത ഭേദമന്യേ പുണ്യ സ്ഥലമാണ്. അവിടെ സ്കാം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് 100% വെളിച്ചത്തിൽ കൊണ്ടുവരികയും അതിനകത്ത് ബന്ധപ്പെട്ടുള്ളവരെ എല്ലാം വെളിച്ചത്തിൽ കൊണ്ടുവരാൻ ഓരോ മലയാളിയും ബാധ്യസ്ഥനാണ്. ഈ കഴിഞ്ഞ 10-38 വർഷക്കാലം കേരളത്തിനകത്തും പുറത്തുമുള്ള എത്രയോ ക്ഷേത്രങ്ങളിൽ പല തലത്തിലുള്ള പൂജ അല്ലെങ്കിൽ ആനയെ നടക്കിടത്തിൽ ആനപ്പൊട്ടിൽ സമർപ്പണം, നട സമർപ്പണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൂജ കാര്യങ്ങൾ ഇതിനൊക്കെ ആദ്യം ക്ഷണിക്കുന്നത് എന്നെയാണ്. ഞാൻ കഴിവതും പോകാറുണ്ട്. അത്തരത്തിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും എന്നെ പൂജയ്ക്ക് വിളിക്കുകയും ഈ നട കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഇതിനെയൊക്കെ എന്നെ പല പ്രാവശ്യം ഇവർ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ കള്ളത്തരങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണം ഞാൻ ബഹുമാനപ്പെട്ട കോടതി ബന്ധപ്പെട്ട ആളുകളും എല്ലാം ഇതിൻ്റെ എന്നിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ 1-2 കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ നമുക്ക് സത്യം വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം പര്യവസാനിക്കട്ടെ, ഭംഗിയായിട്ട് തന്നെ. ഇനിയും പുറമേ വല്ലവരും കുടുങ്ങാനുണ്ടെങ്കിൽ അവരും കുടുങ്ങട്ടെ. അല്ലെങ്കിൽ അയ്യപ്പൻ വെറുതെ വിടുക. 50 വർഷത്തിന് മുകളിലായിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇഡിക്ക് മുന്നിൽ ജയറാം ഹാജരാകുമ്പോൾ പോറ്റിയുമായുള്ള ബന്ധം അത് എന്താണ് എന്നാണ് ഇഡി ചോദിച്ചറിയുക. നമുക്കറിയാവുന്ന പോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്വർണ്ണപ്പാളികൾ പൂജകൾക്കായി ജയറാമിന്റെ വീട്ടിലെത്തിച്ചിരുന്നു. അവിടെയും പൂജകൾ നടന്നിരുന്നു. അതിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം ജയറാം എന്ന മാധ്യമങ്ങളോട് വിശദമായി പ്രതികരിച്ചതാണ്. അന്ന് ചില ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. പക്ഷേ സ്വർണ്ണപ്പാളികൾ 1 അല്ല 2 തവണ എത്തിച്ചിരുന്നു എന്നുള്ള വിവരമടക്കം പുറത്തു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന പരിശോധനയിലേക്കാണ് ഇഡി കടക്കുന്നത്.